ഹായ് ഹലോ അബിയാണേ. ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ്. അപ്പോൾ അച്ഛനെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വിചാരിച്ച് അത് കൊടുക്കുക ഇത് കൊടുക്കുക അങ്ങനെ കുറേ നമ്മൾ തീരുമാനിച്ച്. പക്ഷേ ഒന്നും നടന്നിട്ടല്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവസാനം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബൊക്കെ, കേക്ക്, മോതിരം ഇതൊന്നും അച്ഛനറിയില്ല കേട്ടോ. അച്ഛൻ അറിഞ്ഞാൽ ചിലപ്പോൾ ഒന്നിക്കിലാണെന്ന് തന്നെ ചീത്ത പറയും. എന്തിനാ ഇത്ര പൈസ മുടക്കിയിട്ട് ഗിഫ്റ്റ് എല്ലാം വാങ്ങേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ അച്ഛൻ ചോദിക്കുക. ഞാൻ ഇതുവരെ ഇത്രയും ഈ 10-25 വയസ്സായിട്ട് പോലും എൻ്റെ അച്ഛനും അമ്മയൊന്നും അങ്ങനെ പിറന്നാൾ ആഘോഷിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അവരവരെ സന്തോഷത്തിന് ആഘോഷിക്കുമ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണ്ടേ. ഇല്ലപ്പ പിറന്നാളല്ലേ, അതുകൊണ്ട് പിറന്നാളല്ലേ പിറന്നാളല്ലേ നമ്മളെ കൊണ്ട് എങ്ങനെയുണ്ട് അമ്മോട് ചിലപ്പോ ഇഷ്ടപ്പെടും. കഴിക്കാണോ വെക്ക് ഇത് കൊടുക്ക്. ഞാൻ പറഞ്ഞ ഇതായിരിക്കും ഡയലോഗ്. ഇതിലെത്ര പൈസ? ഇത് അമ്മേന്റെ ഗിഫ്റ്റാണ്, അമ്മ പറഞ്ഞ ഗിഫ്റ്റാണ്. നമ്മ ഇട്ട് കൊടുത്ത് വെച്ചത്. എന്നാ അത് ആ മോതിരം ഇട്ട് കൊടുക്ക്. കല്യാണത്തിട്ട പോലെ എന്തായാലും തന്നില്ല അച്ഛ, ഒന്ന് തിരിച്ചു കൊടുക്കറാ, ഒരു കൊടുക്കറാ. കളക്കാൻ പറ്റൂലേ? ഇതിപ്പോ എല്ലാം കൂടെ മോതിരം മേടിച്ചിട്ട് മോതിരം കയറാത്ത അവസ്ഥയായ അച്ഛൻ. മോതിരം ഇഷ്ടപ്പെട്ടിനാ ഒന്ന് പറഞ്ഞേ, ഇങ്ങോട്ട് നോക്കറാ. അച്ഛന്റെ ഭാഗത്ത് ഇപ്പം പിന്നെ പുച്ഛ ആ മാത്രമേ വരൂ. മോതിരം ഇഷ്ടപ്പെട്ടിനാ ശരിക്കും പറ. ഇന്നലെ എന്നെ ഹെൽപ്പ് ചെയ്ത് ഉണ്ണിയാട്ടാ. ഉണ്ണിയാന്നല്ലേ എന്റെ ഒപ്പം ഉണ്ടായി. അച്ഛൻ കുറച്ച് ഹാപ്പി ആയി തോന്നി, ഇമോഷണൽ ആയി തോന്നി. അല്ലല്ല, അമ്മ എപ്പം കാര്യം ഇങ്ങനെ ഇത്രയല്ലേ നമ്മളെല്ലാം ഇതേട്ടാ. ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് എപ്പോ ആഗ്രഹമുള്ളൂ. നീ ഹാപ്പി ബർത്ത്ഡേ പാടി കൊടുക്കണോ? നീ ബാവക്കെല്ലാം പാടി കൊടുക്കുന്ന പോലെ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഒന്നും പറയണ്ട. ഒന്നും പറയാൻ വേണമെങ്കില് ഹാപ്പി ആണോ? ഇതപ്പോ ഈ കുടുംബം ഇങ്ങനെ തന്നെ സന്തോഷമായിട്ട് ഇനി അടുത്ത നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു വാക്കാശന്റെ വരില്ലോ.